സൂര്യാക്കുമ്പരുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഡ്രീംസ് കോളേജ് ഓഫ് ക്രിയേറ്റീവ് സ്റ്റഡീസിൽ തന്നെയാണ്. കുട്ടികളും ഫാക്കൽറ്റീസും ഒക്കെ റെഡിയായിരിക്കുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കല്യാണരാമൻ, ദിലീപ്, ലാലു അലക്സ്, നവ്യ നായർ, ഒരു താരനിര തന്നെയായിരുന്നു അത്. ഒന്നാം തരമായിട്ട് നമ്മളെയൊക്കെ ചിരിപ്പിച്ച ഒരു മൂവിയാണ്. ആ മൂവിയിലെ ഒരു കിടിലൻ ഡയലോഗാണ് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. അവരതിനെ എങ്ങനെ പെർഫോം ചെയ്യുന്നു നമുക്ക് നോക്കാം. തമ്പി സാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞ കഴിച്ചില്ല. ഈ സദ്യക്ക് ഞാൻ പായസം വിളമ്പില്ല എന്ന് പറഞ്ഞപ്പോഴാ പാവം അദ്ദേഹം കഴിച്ചത്. ഇയാൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? ഒരു കല്യാണം നടക്കുന്നു, പെണ്ണിന്റെ അച്ഛനെ കള്ളുടിപ്പിച്ച് കിടത്താൻ നീടെ കോൺട്രാക്ട് പറഞ്ഞിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനാ? മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ. ഇവിടെ ഏത് ഐറ്റം എടുക്കും മോളെ? ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണോയ അതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം. അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാണരാമൻ. ഡ്രീംസ് കോളേജ് ഓഫ് ക്രിയേറ്റീവ് സ്റ്റഡീസിലാണ് ഇന്നും നിൽക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടല്ലോ, അടിപൊളി കുട്ടികളാണ്, കിടിലം ആക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി മറ്റൊരു തലത്തിലാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. തുടങ്ങാം. പേരെന്താ? അദിൻ. എവിടെയാണ് അത്? മുണ്ടൂർ. ഏതിനാണ് പഠിക്കുന്നത്? ഗ്രാഫിക് ഡിസൈൻ. പാട്ട് പാടുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി? അതെ, തമ്പി സാറ് പലവട്ടം വേണ്ടാന്ന് പറഞ്ഞതാ. കഴിച്ചില്ലെങ്കിൽ സദ്യക്ക് പായസം വിളമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിച്ചത്. അപ്പോൾ നീ പെണ്ണിൻ്റെ അച്ഛനെയും കുടിപ്പിച്ച് കിടത്താനുള്ള കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനോ? മണവാളച്ചക്കനെ വരെ കുടിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. പിന്നെ പെണ്ണിന്റെ അച്ഛൻ ഇത് പിടകിടപ്പഴിക്കൂ കഴിക്കൂ. എന്ത് കഴിക്കൂ? എനിക്ക് വയ്യ ഇവല്ലൊരു കാര്യം. ഇത് എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? എടുക്കെടുക്കെടുക്ക. ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി ചടങ്ങ്, ഇനി വെള്ളമടിച്ച് കണ്ണുപോയ അതിന്റെ ചടങ്ങ്, 16 അടിയന്തരം, ശ്രാദ്ധം. അയ്യോ, കറക്റ്റ് എന്താ പറഞ്ഞേ? ഇത് എങ്ങനെ അത് സംഭവിച്ചത്? ശരിക്കും നീ എന്നാണോ അത് മൊബൈലിൽ ലോൺ ചെയ്ത? ഒന്നുകൂടെ പറഞ്ഞേ. അയ്യോ, എന്നിട്ട് സൂപ്പർ. ആ നസിക്കിയുടെ ഒന്നുകൂടെ എടുക്കുവോ? കൈവേരെ അഭിനയിക്കുന്നു. ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്റ്റും ഏറ്റെടുക്കും ഈ കല്യാണരാമൻ. ഓക്കെ. ശരി സാർ. എന്താ പേര്? അഭിലാഷ്. അഭിലാഷ്. എവിടെയാണ് നാട്? ആലപ്പുഴ. ആലപ്പുഴയാണ്. ആക്ഷൻ. തമ്പി സാറ് വേണ്ടാന്ന് അയ്യോ, ഉറങ്ങാനല്ല പറഞ്ഞത്. ഇച്ചിരി എനർജി ആയിട്ടൊക്കെ പറ. സത്യത്തിന്റെ മുഖം പലപ്പോഴും സുന്ദരമായിരിക്കില്ല. ഞാൻ ഇതിൽ തൈരെടുത്തോണ്ട് വരട്ടെ. തമ്പി സാറ് വേണ്ടാന്ന് പറഞ്ഞ. ഇത്ര ഉച്ചത്തില്ലെന്ന് പറ. തമ്പി സാറ് വേണ്ടാന്ന് പറഞ്ഞ. സദ്യക്ക് പായസം വിളമ്പില്ലെന്ന് പറഞ്ഞോണ്ടാ തമ്പി സാറ് കഴിച്ചു. കേൾക്കുന്നില്ല. തമ്പി സാറ് കഴിച്ച്. അപ്പോൾ ഈ പെണ്ണിന്റെ അച്ഛനെയും നീ കുടിപ്പിച്ച് കിടത്തുള്ള കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്? പെണ്ണിന്റെ അച്ഛനെ അല്ല, ചെക്കനെ വരെ കുടിപ്പിച്ച് കിടത്തിട്ടുണ്ട്. ഏത് ഐറ്റം എടുക്കില്ലേ ഇവിടെ? ഇവിടെ ഏത് ഐറ്റം പോകുമ്പോ എന്തൊക്കെയാണ്? എന്ത് ഐറ്റമാണ് പറയൂ. കുഞ്ഞിന്റെ ജനനം, എന്താന്ന് കുഞ്ഞിന്റെ ബർത്ത്ഡേ, 28 പിന്നെ കല്യാണ വാർഷികം, കല്യാണമുണ്ടോ? വിവാഹ വാർഷികം. വിവാഹമുണ്ടോ? വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണു പോയതിന്റെ പാർട്ടി, പിന്നെ 16 അടിയന്തരം. ആരുടെയാണ്? മരിച്ചുപോയവരുടെ. ശ്രാദ്ധം. ശ്രാദ്ധം എങ്ങനെയാണ്? അതൊന്ന് കാണി. അയ്യോ, ഇത് കൈയൊട്ടി കളിയായിപ്പോ ഇല്ലടാ. ഒന്നുകൂടെ കാണിക്കും, കറക്റ്റായിട്ട് കാണിക്കും. പ്രിയ. എവിടെ നാട്? പുത്തൂര്. ഓക്കെ. എന്ത് കോഴ്സ്? ഫാഷൻ ഡിസൈനിങ്. റെഡി, ആക്ഷൻ. അതെ, തമ്പി സാർ പലവട്ടം പറഞ്ഞതാ വേണ്ട. ഞാൻ സദ്യക്ക് പായസം വിളമ്പില്ല എന്ന് പറഞ്ഞപ്പോ പാവം അദ്ദേഹം കഴിച്ചത്. ആണോ? അപ്പൊ പെണ്ണിന്റെ അച്ഛനെ നിങ്ങൾ കുടിപ്പിച്ച് കിടത്താനുള്ള കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്? പെണ്ണിന്റെ അച്ഛനാ? മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ച് കിടത്തിണ്ട്. ഇവിടെ ഏത് ഐറ്റം എടുക്കും മോളെ? ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, അതിന്റെ ബർത്ത്ഡേ, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണുപോയി അതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം. കേട്ടില്ല? ശ്രാദ്ധം. പൊന്നോ,
അങ്ങനെ ഏത് ഐറ്റം എടുക്കും. അങ്ങനെ ഒരു മനുഷ്യായുസ് മുഴുവൻ കോൺട്രാക്ട് എടുക്കും ഈ കല്യാണം. ഓക്കെ, കുട്ടികളുടെയൊക്കെ പെർഫോമൻസ് കുറച്ചുകൂടി ഇങ്ങോട്ട്. എനിക്ക് ആക്ട് ചെയ്യാൻ അറിയില്ല. അല്ല, ഞാൻ വെറുതെ വിളിച്ചതേ ഉള്ളൂ. എനിക്കിതൊക്കെ പറഞ്ഞു തരുന്ന ആരായിരുന്നറിയോ? നമ്മുടെ അവിടെ വേറൊരു മിസ് ഇരിപ്പുള്ളത് അവിടെ നിൽക്കുന്നുണ്ട്. ചെയ്യും, പക്ഷേ അദ്ദേഹം എനിക്ക് പറഞ്ഞ് നിങ്ങളെയൊക്കെ കാണിച്ചു തന്ന അദ്ദേഹമാണ്. പിന്നെ ഏത് വിഷയമാണ് ഇവിടെ എടുക്കുന്നത്? കുറച്ചുകൂടെ മൈക്ക്. ഫാഷൻ ഡിസൈനിങ്ങിന്റെ ചുടിയാണ്. നാട് എവിടെയാണ്? ചാലക്കുടി. ആക്ഷൻ. അതെ, തമ്പി സാറ് വേണ്ടാന്ന് പലവട്ടം പറഞ്ഞതാ. പക്ഷെ സദ്യക്ക് ഞാൻ പായസം വിളമ്പില്ല എന്ന് പറഞ്ഞപ്പോൾ പാവം അദ്ദേഹം ആ പായസം അദ്ദേഹം കഴിച്ചത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പെണ്ണിന്റെ അച്ഛനെ കുടിപ്പിച്ച് കിടത്താന്നുള്ള കോൺട്രാക്ട് കൂടി നിങ്ങൾ എടുത്തിരിക്കുകയാണോ? പെണ്ണിന്റെ അച്ഛനെ മാത്രമല്ല, മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഏത് ഐറ്റം എടുക്കും മോളെ? ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ പാർട്ടി, അത് കഴിഞ്ഞിട്ട് വെള്ളമടി പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം, കാക്ക. അയ്യോ, അത് ഡിഫറെന്റ്, ഭയങ്കര മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പായി. ഒന്ന് കാണിച്ചത് കാക്ക. ഓ, അടിപൊളി. എന്നിട്ട് അങ്ങനെ ഈ മനുഷ്യായുസിലെ എല്ലാ പാർട്ടിയും ഇവിടെ എടുക്കും. സോറി, ഈ കല്യാണരാമൻ. ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും. എന്താ മോളെ പേര്? നിവേദ്യ. എവിടെയാ നാട്? പത്തനംതിട്ട. ഓക്കേ, ആക്ഷൻ. അതെ, തമ്പി സാറ് പലവട്ടം വേണ്ടാന്ന് പറഞ്ഞതാ. പക്ഷെ സദ്യക്ക് പായസം വിളമ്പില്ല എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പാവം കഴിച്ചു പോയതാണ്. ആണോ? അപ്പൊ നിങ്ങൾ പെണ്ണിന്റെ അച്ഛന്റെ കുടിപ്പിച്ചെടുത്താനുള്ള കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനോ വേണേ കല്യാണ ചെക്കനെ വരെ നമ്മൾ കുടിപ്പിച്ച് കിടത്തും. ഇവിടെ ഏത് ഐറ്റം എടുക്കും മോളെ? എന്തൊക്കെയാണ്? ഒരു കുഞ്ഞിന്റെ ജനനം, പിന്നെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹ വാർഷികം, കള്ളു കുടിച്ചിട്ട് എന്താ വെള്ളം അടിച്ച് കണ്ണു പിടിച്ച് പോയ അത് കഴിഞ്ഞിട്ട് എന്തോ ഇല്ലേ, അങ്ങനെ എന്തോ ഒരു പാർട്ടി ഇല്ലേ? വെള്ളം അടിച്ച് കണ്ണുപോയ പാർട്ടി, 16 അടിയന്തരം, ഒരു മനുഷ്യായുസിന്റെ എല്ലാ. അത് മറ്റേ എനിക്കറിയില്ല, കാക്ക. എനിക്ക് അറിയത്തില്ലെന്ന്. ശ്രാദ്ധം അതറിയാം. ശ്രാദ്ധം. പിന്നെ ഒരു മനുഷ്യായുസിന്റെ എല്ലാ കോൺട്രാക്റ്റും ഏറ്റെടുക്കും ഈ കല്യാണം. മനുഷ്യായുസിന്റെ എല്ലാ കോൺട്രാക്റ്റും ഏറ്റെടുക്കും കല്യാണം. ശരി. എങ്ങനെയുണ്ട്? ഇതിലൊരു വ്യക്തി മനോഹരമായി ആക്ട് ചെയ്യുമെന്നുള്ള എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം അദ്ദേഹം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഇവിടെയല്ല ഇരിക്കുന്നത്, അവിടെയാണ്. മറിയ, വരൂ, വെൽക്കം. ഇത് ഓൾറെഡി മറിയയുടെ കാര്യം ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ബൽക്കിസ്, ഇവിടുത്തെ മറ്റൊരു ഫാക്കൽറ്റി ആദ്യം വന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, ഒന്നാം തരമായിട്ട് ആക്ട് ചെയ്യും, പാട്ടുപാടും, അങ്ങനെ പല കഴിവുകളുള്ള ഒരു നിറകുടമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റെഡി? അപ്പൊ നമുക്ക് ആക്ടിങ് ഒന്ന് കണ്ടുകളയാം. അതെ, തമ്പി സാറ് വേണ്ടെന്ന് പറഞ്ഞതാ. ഇനി ഞാൻ ഈ പന്തിക്ക് പായസം വിളങ്ങില്ല എന്ന് പറഞ്ഞപ്പോ തമ്പി സാറ് പേടിച്ചിട്ട് ഒരു ഡ്രിങ്ക് എടുത്തതാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെണ്ണിന്റെ അച്ഛനെ കുടിപ്പിച്ച് കിടത്തുള്ള കോൺട്രാക്ട്? പെണ്ണിന്റെ അച്ഛന് മാത്രല്ല, പെണ്ണിന്റെ മണവാളച്ചക്കനെ ഞങ്ങൾ കുടിച്ച് കിടത്തിയിട്ടുണ്ട്. എന്താണ് പറയാ ഇത്? ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് വരും, എന്നാ ഫുൾ സ്റ്റോപ്പിൽ നിന്ന് ഫുള്ള് വരുമോ? പോട്ടെ, ഒരു പൈന്റെങ്കിലും വരുമോ? ഒരു കുഞ്ഞിന്റെ ജനനം, കുഞ്ഞിന്റെ നൂലുകെട്ട്, വിവാഹ നിശ്ചയം, വിവാഹം, അതുപോലെ തന്നെ കുഞ്ഞിന്റെ അല്ല, കുഞ്ഞു വലുതാവുമ്പോ ഒക്കെ വിവാഹ നിശ്ചയം, കല്യാണം, വിവാഹ വാർഷികം, പിന്നെ വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണുപോയി അതിന്റെ പാർട്ടി, പിന്നെന്തൊക്കെ, പിന്നെ 16 അടിയന്തരം, ശ്രാദ്ധം, ഇതൊക്കെ അതെനിക്ക് ഇഷ്ടമല്ല. കാക്കയൊന്നും വേണ്ടതാ. ഓക്കെ, പേടിയൊന്നുമില്ല, അവറ്റകളെ എനിക്ക് ഇഷ്ടമല്ല, പണ്ട് മുതലേ വൃത്തികെട്ട ജന്തുക്കളാണ്. ഫുൾ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാണം. എനിക്ക് വയ്യ. തീർന്നല്ല നിന്റെ അഹങ്കാരം, എനിക്കിനി സ്വൈരോട്ടൊന്ന് കിടന്നുറങ്ങണം. ഈശ്വരന്മാരെ രക്ഷിക്കണേ. മോന്റെ പേരെന്താണ്? നന്ദകുമാർ. നന്ദകുമാർ. എവിടെയാണ് നാട്? കുറ്റൂര്. ഏതാണ് പഠിക്കുന്നത്? ഞാൻ ഗ്രാഫിക്സ് ഡിസൈൻ. ഏതാണ്? ഗ്രാഫിക്സ്. ഓക്കെ, പാട്ട് പാടുവോ നീ? മറ്റേ സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ട്. ഓൾറെഡി ആക്ഷൻ. തമ്പി സാറ് പൊളിയാണ്. ഡയലോഗ് എന്തൊക്കെയാ? എന്താ പറ, എനിക്കറിയില്ല. നീ എന്തിനാ ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ആക്കുന്നേ? പറഞ്ഞൂടെ.
തമ്പി സാറ് പലവട്ടം പറയാണ് വേണ്ടതെന്ന്. പിന്നെ നിർബന്ധിച്ചപ്പോഴാണ് പാങ്ങ് കഴിച്ചത്. പാങ്ങ അല്ല, സദ്യ വിളമ്പിയത്. ആ അപ്പൊ പെണ്ണിന്റെ അച്ഛനെയും കുടിപ്പിച്ചു കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ? ഇല്ലില്ല. അല്ല, പെണ്ണിന്റെ അച്ഛനെ മാത്രല്ല, മണവാള ചെക്കനെ വരെ കുടിപ്പിച്ച് കിടത്തി. നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ആക്ട് ചെയ്ത് പറ. അതെ, പെണ്ണിന്റെ അച്ഛനെ മാത്രമല്ല, മണവാള ചെക്കനെ നമ്മൾ കുടിപ്പിച്ച് കിടത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ട് ചെയ്യും. പെണ്ണിന്റെ അച്ഛനെ മാത്രല്ല, മണവാള ചെക്കനെ വരെ കുടിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. പിന്നെ പെണ്ണിന്റെ അച്ഛൻ, പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ, അങ്ങനെ പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ. ഇവിടെ ഏത് ഐറ്റം എടുക്കും മോളെ? ഭയങ്കരമായ ആള്. കുഞ്ഞിന്റെ ജനനം, കുഞ്ഞിന്റെ വിവാഹമല്ല, കുഞ്ഞിന്റെ വിവാഹം 28, കുഞ്ഞിന്റെ ജന്മദിനം, കുഞ്ഞിന്റെ ആക്ടിങ് പോയി കുഞ്ഞിന്റെ 16 അടി. കടവുളേ, കുഞ്ഞിന്റെ 16 അടി എന്തിനോടാ? അല്ല, വിവാഹം കുഞ്ഞിന്റെ പിന്നെ മുട്ടയെന്ന് ഉരിയാത്ത ചെക്കൻ്റെ അടുത്തല്ലേ നെഞ്ചുരിക്കാൻ പറയുന്നത്. വിവാഹം, വിവാഹ നിശ്ചയം, വിവാഹ വാർഷികം, പിന്നെ ബർത്ത്ഡേ. എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ബർത്ത്ഡേ. കുഞ്ഞു വളർന്നല്ലേ? വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് അപ്പഴേ വെള്ളമടിയായി. വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ടുപോയ അതിന്റെ പാർട്ടി. അതൊക്കെ ഇച്ചിരി ആ ഒരു രീതി പറ. വെള്ളമടിച്ച അതിന്റെ കണ്ടുപോയ അതിന്റെ ഒരു പാർട്ടി. അതിന്റെ ഒരു പാർട്ടി. പിന്നെന്തിനാണ് 16 അടിയന്തരം ശ്രാദ്ധം. ആ ശ്രാദ്ധം മറ്റേ സാധനം ഉണ്ട്, കാക്കതോടെ താഴെയല്ല മേളില്. ഭയങ്കര സാധനം കേട്ടോ. ഓക്കെ. എന്നിട്ട് പിന്നെ മനീഷായസിന്റെ എല്ലാ കോൺട്രാക്റ്റും ഇവിടെ എടുക്കും. ഈ മനീഷായസിന്റെ ആക്ട് ചെയ്തില്ല. മനീഷായസിന്റെ എല്ലാ കോൺട്രാക്റ്റും ഇവിടെ എടുക്കും. കണ്ണിലായിരുന്നു ആക്ഷൻ വന്നത്, ശ്രദ്ധിച്ചോണേ. ഒന്നുകൂടെ ആ കണ്ണിന്റെ സാധനം ഇട്ട് കൊടുക്കും. റെഡി. മനീഷായസിന്റെ കണ്ണ് നേരത്തെ വന്നില്ല. കണ്ണ് മനീഷായസിന്റെ എല്ലാ മേലോട്ടൊക്കെ കണ്ണിന്റെ ആക്ഷൻ നേരത്തെ ഒരു സാധനം വന്നായിരുന്നു. ആ ഉപ്പി അങ്ങ് എടുത്തോട്ടോ സാധനം. റെഡി. മനീഷായസിന്റെ എല്ലാ കോൺട്രാക്റ്റും കണ്ണിന്റെ സാധനം കിട്ടിയില്ല. ഏത് സാധനം? ഏത് സാധനം? അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നു. ഇങ്ങനെ നേരത്തെ ഒരു സാധനം കിട്ടിയായിരുന്നു. മനീഷായസിന്റെ എല്ലാ കോൺട്രാക്റ്റും ഇവിടെ കിട്ടും. അടിക്കും. എടാ മറ്റേ സാധനം ഇട്ടാ നിന്റെ ഇത് അല്ലെങ്കിൽ മറ്റേ ഇത് ലാസ്റ്റത്തെ ഡയലോഗ് മാത്രം. മനീഷായസിന്റെ എല്ലാ കോൺട്രാക്റ്റും ഇവിടെ കിട്ടും. ഈ കല്യാണം ഫിക്സ് ഒന്നും അയ്യോ, ചുഴലിയാന്നോ? വെറുതെ അല്ലേ ഗുളി കഴിക്കണമെന്ന് പറഞ്ഞത്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് ആ കണ്ണിന്റെ ഉപ്പി എടുക്കണം. റെഡി, ആക്ഷൻ. മനീഷായസിന്റെ ഇങ്ങനെ ആക്കുമ്പോ ആക്ഷൻ മാത്രം കൊടുക്കണം. റെഡി, ആക്ഷൻ. മനീഷായസിന്റെ എല്ലാ കോൺട്രാക്റ്റും ലാസ്റ്റത്തെ സാധനം മാത്രം. അത് ഭയങ്കര സാധനമാണ്. ലാലേട്ടൻ പോലും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വലിയൊരു അഭിനയം. അഭിനയം പഠിച്ചിട്ടുണ്ടോ? കള്ളം പറയരുത്. ഇല്ലില്ല, ശരിക്കും പഠിച്ചിട്ടില്ല. ഇതെങ്ങനെ വന്നു പിന്നെ? ഇത് തൽക്കാലം വന്ന. അപ്പൊ റെഡി, ലാസ്റ്റ്. റെഡി, ആക്ഷൻ. മനീഷായസിന്റെ എല്ലാ കോൺട്രാക്റ്റും ഇവിടെ എടുക്കും. നീ അങ്ങ് പോരുത്, തല മാത്രം പോണം. റെഡി, ആക്ഷൻ. മനീഷായസിന്റെ എല്ലാ കോൺട്രാക്റ്റും ഇവിടെ കിട്ടും. പോയി ഇത് മാത്രം വരണോളാ, ഈ കണ്ണിന്റെ സാധനം. റെഡി, ആക്ഷൻ. മനീഷായസിന്റെ എല്ലാ കോൺട്രാക്റ്റും ഇവിടെ കിട്ടും. തീട്ടപ്പറമ്പ് ഞാൻ ചിരിച്ചു പോയനെ. ഓക്കെ, എന്താ പേര്? ജഷർ. ജഷർ. ജഷർ എവിടെയാണ് നാട്? ചിയാരം. ഓക്കെ. ഏതിനാണ് ഇവിടെ പഠിക്കുന്നത്? ഗ്രാഫിക് ഡിസൈനിങ്. ആക്ഷൻ. അതെ, തമ്പി സാറ് പലവട്ടം കുടിക്കില്ല എന്ന് പറഞ്ഞതാ, നിർബന്ധിച്ചോട് കുടിച്ചതാ. എന്റെ പൊന്നോ, എന്തുവാടാ ഈ പറയുന്നേക്ക്? നിർത്തി പറടാ, ശ്വാസം മുട്ടി ചത്തുപോലടാ നീ. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണ. അതെ, തമ്പി സാറ് പലവട്ടം കുടിക്കില്ല എന്ന് പറഞ്ഞതാ. ആക്ഷൻ വിട്ട് കുടിക്കാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കും. റെഡി, ആക്ഷൻ. അതെ, തമ്പി സാറ് പലവട്ടം കുടിക്കില്ല എന്ന് പറഞ്ഞതാ. കുഞ്ഞുങ്ങൾ ആ സംഭവല്ലേ വേണ്ടത്. അതെ, തമ്പി സാറ് പലവട്ടം കുടിക്കില്ല എന്ന് പറഞ്ഞ. എന്നിട്ട് സദ്യക്ക് പായസം വിളമ്പില്ലെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ കുടിച്ചു. സദ്യക്ക് പായസം വിളമ്പില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് കുടിച്ചതാ. അപ്പോൾ പെണ്ണിന്റെ അച്ഛൻ്റെ കുടിപ്പിച്ച് കിടത്താനുള്ള കോൺട്രാക്ട് ഇട്ടു. പെണ്ണിന്റെ അച്ഛനെ മാത്രമല്ല, മണവാള ചെക്കനെ വരെ കുടിപ്പിച്ചെടുത്ത ചരിത്രമുണ്ട്. ഇവിടെ ഏത് ഐറ്റം എടുക്കും മോളെ? ഒരു കുഞ്ഞിന് ജനനം, 28, വിവാഹ വാർഷികം, വിവാഹം, 16 അടിയന്തരം, നേരെ കല്യാണം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ടുപോയ പാർട്ടി, അതിന്റെ പാർട്ടി, ശ്രാദ്ധം, ഒരു മനുഷ്യന് വേണ്ട എല്ലാ കോൺട്രാക്റ്റും ഇവിടെ എടുക്കും കല്യാണരാമൻ. ഓക്കെ. ഇത്തിരി വെള്ളം കൊണ്ടുപോടാ ആരെങ്കിലും. എന്താണ് പേര്? സോണി. സോണി. എവിടെ നാട്? ചിറ്റാട്ടുകര. ഏത് കോഴ്സ് എടുത്തിരിക്കുന്നു? ഗ്രാഫിക് ഡിസൈനിങ്. തമ്പി സാർ എപ്പോഴേ പറഞ്ഞതാ,
പിന്നെ സദ്യക്ക് സാമ്പാർ വിളമ്പില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം കഴിച്ചത്. പാവം. ബ്രെഡും പഴവും. ബ്രെഡും പഴവും അതൊക്കെ ഗ്യാസാണ്. പായസം മക്കളെ പായസം സാമ്പാറാക്കി കളഞ്ഞത്. ഇച്ചിരി കഴിഞ്ഞാൽ പരിപ്പ് കറിയാവും, പുളിശ്ശേരിയാകും. ഇഡലി ഗർഭ, ദോശ ഗർഭ, ബട ഗർഭ. ഇഡലി ദോശ വട ഗർഭ. അമ്മേ ശ്വാസം നേരെ വീണ്. തമ്പി സാർ അപ്പോഴേ പറഞ്ഞതാ കഴിക്കണില്ലാന്ന്. പിന്നെ ഞാൻ പറഞ്ഞു സദ്യക്ക് പായസം വിളമ്പില്ല. സാമ്പാറാണ് ഉച്ചയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചു. എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. തമ്പി സാർ അപ്പോഴേ പറഞ്ഞതാ കഴിക്കണില്ലാന്ന്. പിന്നെ ഞാന് സദ്യക്ക് പായസം വിളമ്പില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം കഴിച്ചത്. ആണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പെണ്ണിന്റെ അച്ഛനെ നിങ്ങൾ കുടിപ്പിച്ച് കിടത്തുന്ന കോൺട്രാക്ട് എടുത്തിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനെ അല്ല, ചെക്കനെ തന്നെ ഞങ്ങൾ കുടിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. ഇവിടെ ഏതായിട്ട് എടുക്കും മോളെ? ഒരു കുഞ്ഞിന്റെ ജനനം 28 ബർത്ത്ഡേ. പാൽ ബർത്ത്ഡേ അല്ല, ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ. മതി, 3 മതി. വിവാഹ നിശ്ചയം, വിവാഹം, കള്ളുകുടി പാർട്ടി, കള്ളു കുടിച്ച് കണ്ണുപോയാൽ അതിന്റെ പാർട്ടി, ശ്രാദ്ധം 78. 78? എന്റെ പള്ളി 78. 16 അടി ഉണ്ട്. എല്ലാം എടുക്കും. എല്ലായിട്ട് എടുക്കും. അത് അങ്ങനെ ഒരു മനുഷ്യന്റെ എല്ലാ പരിപാടികളും ഏറ്റെടുത്ത് നടക്കും കുഞ്ഞിരാമനോ? കുഞ്ഞിരാമനോ? അതെന്താ മുതലാളി? ഇവിടെ കണ്ണൂരിന്നാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. കല്യാണരാമൻ. ഓക്കേ. എന്തല്ലേ നല്ല ഒന്നാം തരം ഒരു ആക്ടർ എന്നാണ്, അല്ല സോറി സിംഗർ എന്നാണ് നമ്മുടെ മറ്റു മിസ്സുമാർ പറഞ്ഞിരിക്കുന്നത്. ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത്? ഫാഷൻ. ഫാഷൻ. ഓക്കെ, അപ്പം തുടങ്ങാം അല്ലേ? யமுனையாற்றிலே ஈரக்காற்றிலே கண்ணனோடு தானாட பார்வை பூத்திட பாதை பார்த்திட பாவை ராதையோ வாட யமுனையாற்றிலே ஈரக்காற்றிலே கண்ணனோடு தானாட பார்வை பூத்திட பாதை பார்த்திட பாவை ராதையோ வாட ஆய பாடியில் கண்ணனில்லையோ ஆசை வைப்பதே நம்பு தொல்லையோ ஆய பாடியில் கண்ணனில்லையோ ஆசை வைப்பதே நம்பு தொல்லையோ பாவம் ராதா யமுனை ஆற்றிலே ஈரக்காற்றிலே கண்ணனோடு தானாட பார்வை பூத்திட பாதை பார்த்திட പാവിരാതെയോ വാട. സൂപ്പറായിട്ട് പാടി. അപ്പോൾ എന്താണ് പറയുക, ആദ്യം ഒരു വേദിയിൽ വരിക എന്നുള്ളത് ഒരു ഗട്ട്സാണ്, അതൊരു ക്വാളിറ്റിയാണ്. അങ്ങനെ വന്ന് പെർഫോം ചെയ്യുകയും മനോഹരമായി പെർഫോം ചെയ്ത മിസ്റ്റർ ജാക്സനെയാണ് നമ്മൾ വേദിയിലേക്ക് വിളിക്കുന്നത്. ജാക്സൺ, ഇതാണ് റയൻ ആദം പെർഫ്യൂംസ്. ഈ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പേഴ്സണൽ ഫ്രാഗ്രൻസ് കിറ്റായ റയൻ ആദം പെർഫ്യൂംസ് നൽകുന്ന മനോഹരമായ ഒരു പെർഫ്യൂമാണ്. ഓക്കെ, ഇനി നമ്മളെന്ന വളരെ രസകരമായി ചിരിപ്പിച്ച ഒരാളെ വിളിക്കുകയാണ്. വരദയ്ക്കും റയൻ ആദം പെർഫ്യൂംസിൻ്റെ നല്ലൊരു ഗിഫ്റ്റാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പേഴ്സണൽ ഫ്രാഗ്രൻസ് കിറ്റാണ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. അടുത്തതായിട്ട് വിളിക്കുന്നു ആൽഫി മനോഹരമായി ആക്ട് ചെയ്തു, അതിലുപരി നല്ല ഒന്നാന്തരമായി പാട്ടും പാടി കേട്ടോ. അപ്പോൾ ആൽഫിക്ക് നിവാമെഡ് നൽകുന്ന ഒരു ഗിഫ്റ്റാണ് ഇത്. കേരളത്തിലെ എല്ലാ ബ്യൂട്ടി പാർലറുകളിലും ലഭ്യമായ ഹോം കെയർ പ്രൊഡക്റ്റാണ്. സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒക്കെ ഉപയോഗിക്കാവുന്ന മനോഹരമായ ഒരു പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് വിളിക്കാം ശ്രീലക്ഷ്മി. ആരാണ് ശ്രീലക്ഷ്മി? ആരാണ് അയാൾ? ശ്രീലക്ഷ്മി എന്താണ് വാക്കുകൾ കൊണ്ട് അമ്മാനമാടി പുതിയൊരു നിഘണ്ടു തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന്
ഒരു കിക്കോറ സ്മൂത്തി മിക്സ് നൽകുന്ന, അതായത് കിക്ക് സ്റ്റാർട്ട് യുവർ ഹെൽത്ത്, അതായത് നമ്മുടെ ഹെൽത്ത് ഇതേപോലെ തന്നെ തുടരാൻ, അല്ലെങ്കിൽ ആരോഗ്യത്തോടെ തുടരാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. കിക്കോറ സ്മൂത്തി മിക്സ് കിക്ക് സ്റ്റാർട്ട് യുവർ ഹെൽത്ത്. ഓക്കെ, ഇനി വിളിക്കുന്നു ലക്ഷ്മി. ലക്ഷ്മി എന്ന് വിളിക്കുമ്പോൾ കൈയടിക്കുന്നില്ല. ലോകത്തെ എല്ലാ ഭാഗത്തേക്കും എക്സ്പോർട്ട് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി ഏലക്ക, അതിനിപ്പോൾ നമുക്ക് ഓൺലൈൻ കിട്ടും, നിങ്ങൾ എല്ലാ കടകളിലും കിട്ടും. അവർ നൽകുന്ന കാഡമോം നാച്ചുറൽസ് നൽകുന്ന ഒരു ഗിഫ്റ്റ്. ഇനി നമുക്ക് ആരെ വിളിക്കാം? പ്രിയ. പ്രിയ വളരെ രസകരമായിട്ട് തന്നെ ആക്ട് ചെയ്തു. സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റാണ് പ്രിയയ്ക്ക്. കൺഗ്രാറ്റ്സ്. ഇനി നമ്മളെ ഇവിടെ ഏറെ ചിരിപ്പിച്ച ഒരു ബിഗ് എന്താണ് വാക്കുകൾ കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് അങ്ങനെ ചങ്ങലക്കിടാൻ പറ്റില്ല, അത്രമാത്രം വലിയൊരു ആക്ടറാണ്. ലാലേട്ട കഴിഞ്ഞ ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവുമായി വരുന്നു. ആരാണ്? പേര് പറയൂ. സ്വന്തമായിട്ടൊക്കെ പേര് പറയാ, വേറെ ആരും പറയുന്നില്ല, ഞാൻ തന്നെ പറയുകയാണത്. നന്ദകുമാർ. എന്നല്ല നീ എങ്ങനെടാ അത്? ആ കണ്ണിന്റെ സാധനം ഇട്ട് കൊടുത്തേ. എന്നാലും ആ സാധനം ചുമ്മാ ഇട്ട് കൊടുത്തേ. മറ്റേ മേളിലോട്ട് കണ്ണറിഞ്ഞ. അയ്യോ, സൂര്യ കോമഡിയുടെ മനോഹരമായ ഒരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. അപ്പം നമുക്ക് വേദിയിൽ കാണാം. ഓക്കെ. ഡ്രീംസ് കോളേജ് ഓഫ് ക്രിയേറ്റീവ് സ്റ്റഡീസിൽ നിന്ന് തൽക്കാലം നമ്മൾ വിട പറയുകയാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളും നമ്മളിവിടെ തന്നെയായിരുന്നു. മനോഹരമായ കുട്ടികൾ, അതിലുപരി മനോഹരമായ ഫാക്കൽറ്റീസ്, അവരുടെ കഴിവുകളും നമ്മൾ കണ്ട് അങ്ങനെ ഒരു കലാക്ഷേത്രത്തിലേക്കാണ് നമ്മൾ വന്നത്. ഏതായാലും നമുക്ക് ഇനി അടുത്ത കോളേജിലേക്ക് പോകേണ്ടതുണ്ട്. അടുത്ത കോളേജിൽ അടുത്ത എപ്പിസോഡുമായി കാണുന്നത് വരെയും ഗുഡ് ബൈ.